കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ദേവികുളങ്ങര യൂണിറ്റ് കുടുംബമേള നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് മേഴ്സിക്കുട്ടി ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ദേവികുളങ്ങര യൂണിറ്റ് കുടുംബമേള സംഘടിപ്പിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് മേഴ്സിക്കുട്ടി ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. ഈ ഒരുപാട് വ്യത്യസ്തതകൾ ഉള്ളപ്പോഴും ജാതി, മത, രാഷ്ട്രീയ, ലിംഗ, പദവികൾ ഇതിനൊക്കെ അതീതരായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആണ് നമ്മൾ. അത് യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ ഇന്ത്യയെ പറ്റി പറയും, പുസ്തകത്തിലൊക്കെ പണ്ടേ പഠിക്കും, ഇന്ത്യ വൈവിധ്യങ്ങളുടെ നാടാണ് എന്ന് പറയുമല്ലേ. ആ വൈവിധ്യത്തിൻ്റെ ഒരു മനോഹാരിത തന്നെ ഉള്ള ഒരു സംഘടനയാണ് നമ്മുടേത് എന്നുള്ളത് അഭിമാനപൂർവ്വം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് തന്നെ സംഘടനയിലെ ആ കൂട്ടായ്മയും ഒരുമിച്ചുള്ള വരവും നമ്മൾക്കൊരു കാലത്തും കുറച്ച് കാണാൻ സാധിക്കുകയില്ല. കാരണം ഇങ്ങനെ ഒരു സംഘടന, നമ്മളൊക്കെ സർവീസിലൊക്കെ ആയിരുന്നപ്പം പല സർവീസ് സംഘടനകളിൽ പ്രവർത്തിച്ചിട്ടുള്ളവരായിരിക്കും, കൂടുതൽ ആളുകൾ അങ്ങനെയൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളവരാകും. അപ്പോൾ അതിലൊക്കെ ഒരു പ്രത്യേക ഗ്രൂപ്പായിരിക്കും. എന്നാൽ ഇവിടെ പെൻഷൻ സംഘടനയിൽ വന്നു കഴിയുമ്പം ഏത് പദവി വഹിച്ചിരുന്നു, ഏത് വകുപ്പിൽ വഹിച്ചിരുന്നു, ഇതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഈ പെൻഷൻ സംഘടനയുടെ ഒരു മനോഹാരിത എന്ന് പറയുന്നത് അതൊക്കെ തന്നെയാണ്. നമ്മൾക്ക് അതിനെ അതീതമായിട്ട് തന്നെ പ്രവർത്തിക്കാനും കണ്ടുമുട്ടാനും ഒക്കെ സാധിക്കുന്നുമുണ്ട്. അത് തുടർന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം എന്നീ സമയത്തൊന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. യൂണിറ്റ് പ്രസിഡന്റ് KL ജയകുമാർ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി വരവിള ശ്രീനി ഈശ്വര പ്രാർത്ഥന നിർവഹിച്ചു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് N വിജയൻ അനുസ്മരണം നിർവഹിച്ചു. റേഡിയോളജിസ്റ്റായ ഡോക്ടർ സേതു സദാനന്ദൻ ആരോഗ്യ സംരക്ഷണ ക്ലാസ് നയിച്ചു. ഇപ്പം ഈ അടുത്തിടെയായിട്ട് യങ് ഹൈപ്പർടെൻസീവ് എന്ന് പറഞ്ഞാൽ നേരത്തെയൊക്കെ 40-50 വയസ്സുള്ളവർക്കായിരുന്നു ഹൈ ബ്ലഡ് പ്രഷർ. ഇപ്പം 16, 18, 20 വയസ്സുള്ളവർ BP ആയിട്ട് റീനൽ ഡോപ്ലർ എന്ന് പറയുക, കിഡ്നിയിലോട്ടുള്ള രക്തക്കുഴലിൽ ചുരുക്കമുണ്ടോ എന്നൊക്കെ നോക്കാനുള്ള സ്റ്റഡി ആയിട്ട് നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. നമ്മളത് ശരിക്കും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. പണ്ട് 40-50 വയസ്സുള്ളവർക്ക് പിടിപെടുന്ന അസുഖം ഇപ്പം വളരെ യങ് ഏജിൽ തന്നെ ആണുങ്ങൾക്കും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കാണുന്നുണ്ട്. അതിൻ്റെ ഒരു മേജർ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ആഹാര രീതി തന്നെയാണ്. കൂടുതലും ആൾക്കാർ ഓവർ വെയിറ്റ് ആണ്, ഒബിസിറ്റി, അമിതവണ്ണം ആണ് ഏറ്റവും വലിയ കാരണം. നമുക്കറിയാം, ഇപ്പം 16 വയസ്സുള്ള കുട്ടികളൊക്കെ സ്കാനിങ്ങിന് വരുമ്പോൾ ഇവർക്കെല്ലാം എല്ലാം ഫാറ്റി ലിവർ ഉണ്ട്. അറിയാം ഫാറ്റി ലിവർ എന്താണെന്നുള്ളത്? നമ്മുടെ കരളിനകത്ത് കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നതാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്ന ഒരവസ്ഥ. നമ്മൾക്ക് വേണ്ടതിനെക്കാട്ടി കൂടുതൽ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ എന്താണ് നമ്മുടെ ശരീരം ചെയ്യുക? അത് സ്വാഭാവികമായിട്ട് ലിവറിലോട്ട് അത് സ്റ്റോർ ചെയ്യും. നമുക്കിപ്പം 1000 കാലറി മതി. നമ്മൾ ഒരു ദിവസം 1500 കാലറി ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഊർജം, നമുക്കൊരു 1000 മതി. നമ്മളിപ്പം വീട്ടിൽ നമ്മൾ 60 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മെറ്റബോളിസം കുറയും. നമുക്ക് സാധാരണ വെളിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ കഴിക്കുന്ന അത്ര ആഹാരം നമുക്ക് ആവശ്യമില്ല. നമ്മൾ വീട്ടിൽ നമ്മുടെ മൂവ്മെന്റ്സ് കുറയും, നമ്മൾ പതുക്കെ ആയിരിക്കും നടക്കുന്നത്. നമുക്ക് 20-ാമത്തെ വയസ്സ് നടക്കുന്ന പോലെ നമുക്ക് 60-ാമത്തെ വയസ്സ് നടക്കാൻ പറ്റുമോ? സ്വാഭാവികമായിട്ട് നമുക്ക് അപ്പം നമ്മുടെ മെറ്റബോളിസം കുറയും. നമുക്ക് നേരത്തെ കഴിച്ച 40-ാമത്തെ വയസ്സ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡ് നമുക്ക് 60-ാമത്തെ വയസ്സ് നമുക്ക് വേണ്ട. അപ്പം അതനുസരിച്ച് ഉള്ള ആഹാര രീതി നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ബ്ലോക്ക് സെക്രട്ടറി പത്തിയൂർ ശ്രീകുമാർ, സംസ്ഥാന കൗൺസിൽ അംഗം പുതുപ്പള്ളി സെയ്ത തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് മേഴ്സിക്കുട്ടി ജോർജിനെയും മുതിർന്ന പൗരന്മാരെയും യൂണിറ്റ് രക്ഷാധികാരി S ഹരിദാസൻ ആദരിച്ചു. വിദ്യാർത്ഥികൾക്കുള്ള മെറിറ്റ് അവാർഡ് ദാനം യൂണിറ്റ് പ്രസിഡന്റും സെക്രട്ടറിയും ചേർന്ന് നിർവഹിച്ചു. യൂണിറ്റ് ട്രഷറർ K രാജു കൃതജ്ഞത പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.